എന്താണ് ഇത്ര ഗൗരവത്തോടെ നോക്കണത്? ഇത് ഒരു കെട്ടിടത്തിന്റെ സാങ്ഷൻ പേപ്പറാണ്. ഇത് കോർപ്പറേഷനിൽ കൊണ്ട് കൊടുക്കണം. എല്ലാ നൂലാമലകളും ശരിയായാലേ വീട് വയ്ക്കാൻ വേണ്ടി സാങ്ഷൻ ആകണം. മനസ്സിലായി. അച്ചോയ്, അച്ചോ, എന്താ? ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അച്ഛാ പറയടേ. അച്ഛാ, ഞാൻ വിദേശത്ത് പോയി പഠിക്കുന്നില്ല. വിദേശത്ത് പോവും, ജസ്റ്റ് കറങ്ങാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ പോയി പഠിക്കത്തുമില്ല, അവിടെ ജോലിയും ചെയ്തു. അല്ല, എന്താ ഒരു വാശി പോലെ? പിന്നെ ബാക്കി എല്ലാവരും വിദേശത്ത് പോയേ പഠിക്കത്തുള്ളൂ, അവിടെ ജോലി ചെയ്യത്തുള്ളൂ എന്ന് വളരെ വാശിയോടെ പറയുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നേ പഠിക്കത്തുള്ളൂ, നാട്ടിൽ നിന്നേ ജോലിയുള്ളൂ വാശിയോടെ എനിക്ക് പറഞ്ഞൂടെ? അച്ചോയ്, എന്താണ് ഇവിടെ എന്തോ വലിയ ഡിസ്കഷൻ ഒക്കെ നടക്കണമെന്ന് കേട്ടല്ല? എന്നാ ആര് പറഞ്ഞു? ഈ കുരുട്ട് തോന്നി. അത് വേറൊന്നല്ല, ഇവൻ നിന്റെ ഒപ്പം ഫോറിൻ കൺട്രിയിലോട്ടില്ല. ഹീസ് എ സ്വദേശി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ആടി, നീ അവിടെ പോക്കോ. നീ വിദേശത്ത് പോയി പഠിച്ച് റെഡി ആയിക്കോ. ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ച് ഇവിടെ തന്നെ ജോലി. എന്താ താനി പാർപ്പ് തന്നെ. പണ്ട് ഇതുപോലെ ആയിരുന്നില്ല, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എന്നെ ഒരു അകന്ന ബന്ധു എന്നെ ഇംഗ്ലണ്ടിൽ ഹയർ സ്റ്റഡീസിന് കൊണ്ടുവന്ന് നോക്കി. അപ്പോൾ അമ്മയാണെങ്കിൽ അത് കേട്ടോ ചക്ക വരട്ടയും എല്ലാം കൂടെ റെഡിയാക്കിയിരുന്നു. പിറ്റേ ദിവസം അമ്മയ്ക്ക് ഭയങ്കര പനി. അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് പോകാൻ തോന്നിയില്ല. പിന്നെ അമ്മയെ നോക്കി ഞാൻ ഇവിടെ അങ്ങ് കൂടി. എൻ്റെ വിദേശ പഠനം ഞാൻ ഉപേക്ഷിച്ചു. ഇത് ഏത് കാലഘട്ടത്തിലാണ് നടന്നതെന്ന് ഇവിടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ ഇത് കള്ളമാണ് പറയുന്നത് അവർക്ക് സമർത്ഥിക്കണം. അതുകൊണ്ട് അവൾ ഈ ചോദ്യം ചോദിക്കണം. കൊള്ളാം, നന്നായിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഇങ്ങനൊരു സാധനം. കേശു, നീ ഇവിടെ പഠിച്ച് കളക്ടർ ആവണോടെ? അച്ഛാ, കളക്ടർ ആവോ ഇല്ലെന്ന് അതൊന്നും എനിക്ക് വാക്ക് തരാൻ പറ്റത്തില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ BSc അല്ലേ അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചർ എടുക്കണം. BSc അഗ്രികൾച്ചർ എടുത്ത് ഇവിടെ നല്ലൊരു കൃഷിക്കാരനാണ്. പാരമ്പര്യ രീതിയിലുള്ള കൃഷിക്കാരനൊന്നും ആവാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യണം. എടാ, ഇതൊക്കെ നമുക്ക് വിദേശത്ത് പോയിട്ടാണെങ്കിലും ചെയ്യാം. എടാ, എപ്പോൾ നോക്കിയാലും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വിദേശത്ത് പോയി പഠി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇവിടെ നാട്ടിൽ ചെറുപ്പക്കാരൊന്നും വേണ്ടേ? എല്ലാവരും വിദേശത്ത് പോയി പഠിച്ചോണ്ടിരുന്ന. എടേ, ഇപ്പൊ തന്നെ എത്ര ലക്ഷം പേരാന്നറിയൂ ഇവിടുന്ന് കയറി പോണേ? 2018 ഈ സമയം വരെ ഓരോ വർഷം ആവറേജ് 4-5 ലക്ഷം ആൾക്കാരാണ് കയറി പോണത്. എടാ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങൾ വരുന്നുണ്ട്. എടീ, നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചു പോയവർ തന്നെയാണ് പല വിദേശ കോർപ്പറേറ്റ് കമ്പനികളുടെ ഹെഡ്. പിന്നെ ഒരു 10 വർഷവും കൂടെ കഴിയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയവരും അവിടുത്തെ വിദേശികളും എല്ലാവരും ഇവിടെ വരും. എന്തിന്? പഠിക്കാൻ. ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങും എല്ലാവരും. അച്ഛാ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഇവിടെ എബ്രോഡ് സ്റ്റഡി സെന്റർ നടത്തുന്ന എല്ലാവരും പറഞ്ഞത് ഇതേ സെയിം ഡയലോഗാണ്. പഠിക്കുന്ന ആൾക്കാർക്ക് എവിടെ നിന്നാണെങ്കിലും പഠിക്കാം. എല്ലാവരും കൂടെ പറഞ്ഞ് നമ്മുടെ രാജ്യം കൊള്ളില്ല, നമ്മുടെ സ്റ്റേറ്റ് കൊള്ളില്ല എന്നും പറഞ്ഞൊരു ചീത്തപ്പേര് ലോകം മുഴുവൻ ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. അത് തന്നെ. ഈ 1960-65 കാലഘട്ടങ്ങളിലാണ് തുമ്പയിൽ ISRO സ്റ്റേഷൻ വന്നത്. അന്ന് ഈ റോക്കറ്റിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കാളവണ്ടിയിലും സൈക്കിളൊക്കെയാണ് കൊണ്ടുപോയത്. വർഷം 60 കഴിഞ്ഞ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? തുമ്പ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലേ? അതാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനോട് ഒരു സ്നേഹം വേണമെന്ന്. ഞാൻ നോക്കിയോ, ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആയി കാണിക്കും. നിങ്ങൾ നോക്കിക്കോ, ഞാൻ വിദേശത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആയി കാണിക്കും കേട്ടാ. എന്റെ പൊന്നോ, ഈ വിദേശിയെ സ്വദേശിയെ കൊണ്ട് തോറ്റ്. വിദേശി ശിവ, സ്വദേശി കേശു. വിദേശി ശിവ, സ്വദേശി കേശു. എനിക്കതല്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഒരു പയ്യന് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകാൻ പറ്റിയില്ല. അവന്റെ കാര്യം ഭയങ്കര കഷ്ടം തന്നെ. ഒരു സംഭവമാണത്. മാതൃസ്നേഹി ബാലു ജയ്. മാതൃസ്നേഹി ബാലു ജയ്. ആരോ നീ എന്തിനാ കളിയാക്കിട്ട് പോയത്? ഞാൻ കള്ളം പറഞ്ഞു വിചാരിച്ചാ? ഈ കൈ പിടിച്ചു കൈ വയ്യാണ്ടായതാണ്, പിന്നെ കയറി പിടിക്കുക കയ്യിലേക്ക്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറയണ എന്ന് നീ പിള്ളേരെ മുമ്പ് കള്ളത്തരം പറഞ്ഞാണ്. ഞാൻ എന്ന് പറഞ്ഞ പിള്ളേർ കള്ളത്തരം എന്ന് പറയണത്. അച്ഛാ, അപ്പൊ അച്ഛൻ അന്ന് മറ്റേ ഇംഗ്ലണ്ടിൽ പോകാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയതാണ്? അത് ഒറിജിനലാണത്? അന്ന് ഇംഗ്ലണ്ടിൽ പോകാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയതാണെന്ന്. എടാ, എന്റെ വീട്ടിൽ പോയി ഇപ്പോഴും നോക്കടാ. അന്ന് കൊണ്ടുപോകേണ്ട പെട്ടി ഇപ്പോഴും തട്ടിന് വരെ കിടപ്പുണ്ട്. ഒരു ബ്രൗൺ കളർ പെട്ടി. ഇടയ്ക്ക് പോയി ഇന്നാൾ കണ്ടപ്പോൾ ഞാൻ തുടച്ച് തേച്ച് മിനിക്ക് വെച്ചിട്ടാണ് വന്നത്. അറിയാം എനിക്ക്. എടാ, എൻ്റെ അമ്മയുടെ ഒരു അകന്ന ബന്ധുവുണ്ട്. ഒരു ലണ്ടനിലാണ് പുള്ളി. ലണ്ടൻ രവി എന്നാണ് പറയണത്.
പുള്ളി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ട സമയത്ത് ഇടയ്ക്ക് വീട്ടിൽ വന്ന് എന്നെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നത് കണ്ടിട്ട് അപ്പോഴാണ് എനിക്ക് ഓഫർ തന്നെ കൊണ്ടുപോകാം, അവിടുത്തെ എൻ്റെ അക്കോമഡേഷൻ ഫുഡ് എല്ലാം പുള്ളിയാക്കാന്ന് പറഞ്ഞ് ഓഫർ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞത് അപ്പോഴാണ്. അറിയാം എനിക്ക് എങ്ങനെ പോവും വിധി വേണ്ടേ തലയെ കെട്ടി വച്ചൊന്നുമില്ല എല്ലാം കൂടെ. അച്ഛാ അല്ല ലണ്ടനിൽ ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അഡ്മിഷൻ റെഡി ആയത്? യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ. എടാ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടോ? ഉണ്ടമ്മ. യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ ഈസ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ UK. യു ഡോണ്ട് നോ എനിത്തിങ്. ഷേം ഓൺ യു, ഷേം ഓൺ യു. ആ അമ്മൂമ്മ ലച്ചു ആണേ. അമ്മൂമ്മയുടെ ഏതെങ്കിലും ഒരു അകന്ന ബന്ധു ലണ്ടനിലുണ്ടോ? ഒരു ലണ്ടൻ രവി. ആ ആ അപ്പൂപ്പനെ എന്താണ് അച്ഛന് ലണ്ടനിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരു യൂണിവേഴ്സിറ്റി, ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ. ആ മനസ്സിലായി. ശരി ഞാൻ വിളിക്കാട്ടാ. പറഞ്ഞോട് എന്താടി എന്തായി? അല്ല അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അച്ഛൻ 2ലോ 3ലോ ഒന്ന് പഠിക്കുമ്പോഴത്തേക്ക് ആ മാമൻ നെയ്യാറ്റിങ്കരയിൽ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ നേരെ ചൊവ്വേ പഠിക്കാത്തത് കൊണ്ട് കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയിന്ന്. അപ്പൊ വേറൊന്നുമല്ല, 3ാം ക്ലാസ്സിൽ തോറ്റ് കഴിയുമ്പോൾ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് കൊണ്ടുപോകാന്ന് ആ മാമൻ പറഞ്ഞിട്ടുണ്ടാവും. 3ാം ക്ലാസ്സിൽ ജയിച്ചു കഴിയുമ്പോഴായിരിക്കും. തോറ്റ് കഴിയുമ്പോഴായിരിക്കും പഠിക്കൂലെന്നല്ലേ പറഞ്ഞത്. മാമ ഈ അമ്മയ്ക്ക് ഓർമ്മയിലെ ചുവത്തല്ല നടക്കണം, അമ്മയുടെ തന്നെ ചോദിക്കണം കേട്ടാ. ഇത് അത് അന്ന് വന്ന് പിന്നെ രണ്ടാമത് വന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. അന്ന് ഞാൻ നല്ല പഠിക്കുമെന്ന് എന്നിട്ട് അമ്മയോട് ചോദിച്ച് എവരെ ഞാൻ കൊണ്ടുപോട്ടെ, എല്ലാ കാര്യവും ഞാൻ നോക്കാം, സ്പോൺസർഷിപ്പ് ഞാൻ നോക്കാം, അക്കോമഡേഷൻ ഫുഡ് എല്ലാം നോക്കാം എന്ന് അമ്മ പറഞ്ഞാണ്. അറിയാം. ആ ഹലോ വിളി അമ്മ വിളി. അമ്മ വിളിച്ചതായോട്ട് അമ്മൂമ്മ ഞാൻ അച്ഛന് കൊടുക്കാട്ടാ. അമ്മ ഞാൻ ഒരു കാര്യം പറയാം കേട്ടാ. ഈ ഓർമ്മയും ചെറുത്തല്ലാതെ പിള്ളേരുടെ അതും പറയുന്നത് ഇതെൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ്. പിന്നെ അല്ലാതെ പിള്ളേർ ഉമ്മ ഞാൻ കേട്ടില്ലേ? അമ്മയ്ക്ക് തന്നു അമ്മ ഒന്ന് കൊണ്ടുവന്ന് പറയും. അമ്മയുടെ അടുത്തല്ലേ അമ്മ പറഞ്ഞത്? കട്ട് ചെയ്യണം നല്ലത്. എന്താ ഈ അമ്മ വയസ്സായ വരുന്നവരെ ഭയങ്കര തെരുവിളിയാണ് കേട്ടാ. ശരി രാഘവന്റെ സ്വത്ത് വിറ്റെങ്കിൽ നിന്നെ ഞാൻ ലണ്ടനിലേക്കാണ് വിചാരിച്ചാണ്, വിദേശത്തേക്കാണ് പഠിപ്പിക്കാൻ വിചാരിച്ചാണ്. ഇനി നടക്കൂല. ഇനി ഒരൊറ്റെണ്ണം ഈ വീട്ടിൽ നിന്ന് വിദേശത്ത് പോകാൻ സമ്മതിക്കുകയില്ല. ആരും വേണ്ട. പിന്നെ വിദേശ സിനിമകളോ വിദേശ വസ്ത്രങ്ങളോ ഒന്നും ധരിക്കാനും പാടില്ല. ആരും വിദേശത്ത് വേണ്ട. ഒരുത്തിനും പോകില്ല. അല്ല ചപ്പ സിദ്ധുനെ വിളി. സിദ്ധുനെ ഇനി ഇവിടെ വരുത്ത്. ഇവിടെ സിദ്ധുനെ അവിടെ വിദേശത്ത് ജോലി ചെയ്താൽ വേണ്ട. എന്നെ മരുമകൻ വിദേശത്ത് പോകണ്ട. ഇവിടെ പോയി കൂലിപ്പണി ഇവിടെ ജീവിക്കാൻ പറ. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇതൊക്കെ വീട്ടിൽ നിന്നേ പുറത്താവും.